തലമുറ തലമുറയായി അവൻ വിശ്വസ്തനായ ദൈവമാണ്. യെസ്, യെസ് എന്നോ? തലമുറ തലമുറ വിശ്വസ്തനായ ദൈവമല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? വിശ്വസ്തനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതാ. തലമുറകൾ മാറി, മനുഷ്യർ മാറി, പക്ഷെ ദൈവം മാറിയിട്ടില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം മാറിയിട്ടില്ല, അവന്റെ വിശ്വസ്ത മാറിയിട്ടില്ല. നിന്റെ മേലുള്ള അവന്റെ വിശ്വസ്ത ഇന്നും എന്നേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. ആമേൻ, ഇൻ ജീസസ് നെയിം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ തലമുറകൾ മാറിയാല്, മനുഷ്യർ മാറിയാല്, ദൈവദാസന്മാർ മാറിയാല്, കുടുംബങ്ങൾ മാറിയാല്, ദൈവത്തിന്റെ വിശ്വസ്ത ഒരിക്കല് നിന്റെ കുടുംബത്തിന്റെ മേലുള്ള വിശ്വസ്ത, നിന്റെ തലമുറകളുടെ മേലുള്ള വിശ്വസ്ത യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് മാറത്തില്ല. അത് മാറത്തില്ല. അത് മാറത്തില്ല. കാരണം വാഗ്ദത്തം തന്നവൻ യേശു. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ ദൈവമെങ്കിൽ നിന്റെ തലമുറയുടെ മേലുള്ള വിശ്വസ്തകൾ മാറത്തില്ല. കാലം മാറിയാൽ ദൈവത്തിന്റെ വിശ്വസ്ത മാറത്തില്ല. Oh, Jesus name, in Jesus name, in Jesus name, in Jesus name. അവൻ കരുണയുള്ള ദൈവം. ആമേൻ. എന്തുവാ ദൈവം? കരുണയുള്ള ദൈവം. ആമേൻ, ആമേൻ. ദയയുള്ള ദൈവം, കരുണയുള്ള ദൈവം. ആ ദൈവത്തിന്റെ വിശ്വസ്ത മാറുകയില്ല. മനുഷ്യന്റെ വിശ്വസ്തകൾ മാറിയാല് ആമേൻ എഴുതിക്കോ, ദൈവത്തിന്റെ വിശ്വസ്ത നിന്റെ മേലുള്ളത് മാറത്തില്ല. യേശുവിന്റെ അധികാരമുള്ളവന്റെ നാമത്തില് ഈ ദിവസങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ് സുനിയാൻഡിക്ക് ഒന്ന് വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ, പറയുവാൻ തയ്യാറെങ്കിൽ, ദൈവത്തിന്റെ വിശ്വസ്ത എന്റെ മേലുള്ളതും എന്റെ തലമുറയുടെ മേലുള്ള മാറുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങളുണ്ടല്ലോ, നിന്നോട് ചെയ്ത പല വചന വാഗ്ദത്തങ്ങളുടെ പ്രവചനം ശബ്ദങ്ങളുണ്ടല്ലോ, ആദ്യ ദിവസങ്ങൾ അതിന് ക്രമീകരണം ഞാൻ വരുത്തി തന്നെ ചെയ്യുക. എന്റെ വിശ്വസ്ത മാറുകയില്ല. തലമുറകൾ മാറിയാലും, ആമേ വ്യക്തി ജീവിതങ്ങൾ മാറിയാലും, നിന്റെ മേലുള്ള വിശ്വസ്തകൾ, എന്റെ വിശ്വസ്ത നിന്റെ മേലുള്ളത് അത് മാറുകയില്ല എന്ന് ദൈവത്തിന്റെ ആലോചന എന്നെ പകൽ നിന്നോട് അറിയിക്കുന്നു. യേശുവിന്റെ നാമത്തെ receive it in Jesus name. ആമേൻ. പെട്ടെന്ന് അടുത്ത വാക്യത്തിലോട്ട് കടന്നു പോകാം. ആമേൻ. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് ലാമിറ്റേഷൻസ് 3-22-23 വാക്യത്തിൽ ഇങ്ങനെ, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം വചനം, യഹോവയുടെ ദയാകുന്നു. ഞാനും നിങ്ങളും മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാ. നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത് ആരുടെ ദയ? ആമേൻ, യഹോവയുടെ ദയ. ആമേൻ, ഹല്ലേലൂയ. ഈ യഹോവയുടെ ദയ എന്ന് പറയുമ്പോൾ, മുടിഞ്ഞു പോകാതെ നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പം ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഇവിടെ എന്നെ കുഞ്ഞുനാളോട്ട് കണ്ട ആൾക്കാരല്ല, ഇവരെ ഒഴിച്ചിട്ട് മാത്രം. ബാക്കി എല്ലാവരും കുഞ്ഞുനാളിലൊക്കെ കണ്ട് ഞങ്ങളുടെ വളർച്ചകളെല്ലാം കണ്ടതാണ്. എൻ്റെ പപ്പയുടെ സ്വഭാവം അറിയാലോ, എടുത്തിട്ടുന്ന് കാച്ചു, എന്ത് പറഞ്ഞാലും കാച്ചു. ആമേ. ഞാൻ പറയാറുണ്ട്, പപ്പ ഞങ്ങൾ തമ്പാർ സെറ്റായിരുന്നു. ഞാൻ തമ്പാറിൻ്റെ ഒരു വശമാക്കി നിസിക്ക് കിട്ടത്തുമില്ല, എനിക്കായിരുന്നു കിട്ടുന്നത്. ആമേന. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിക്കും, എന്തുവാടെ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കുസൃതികൾ, മിസ്ചീഫ്നെസ് ഒക്കെ മുഖാന്തരം കാണിക്കുക. ആ അടി മുഖാന്തരം ഞാൻ നശിച്ചു പോയില്ല. ആ അടി മുഖാന്തരം, ആ സ്ട്രിക്ട്നെസ് മുഖാന്തരം ഇന്നൊരു ശുശ്രൂഷകനായി നിൽക്കുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരുണ, ആമേന, ആ പിതാവിന്റെ ആ അടിയിൽ ഒരു കരുണ ഉണ്ടായിരുന്നു. ആമേന, ആ പിതാവിന്റെ കടിയിൽ ഒരു വേദന ഉണ്ടായിരുന്നു. എന്റെ മകൻ നശിച്ചു പോകലേ എന്ന. ഇന്ന് പകൽ ആ പിതാവ് അങ്ങനെ സ്ട്രിക്റ്റ് ആയോണ്ട് ആ ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ മുന്നിൽ ഒരു ശുശ്രൂഷകനായി നിൽക്കുവാന്, അനേക സ്ഥലങ്ങളിൽ പോകുവാന് കർത്താവ് ബലപ്പെടുത്തിയെങ്കിൽ, ഒരു ശുശ്രൂഷകനായി കർത്താവ് മാനിച്ചെങ്കിൽ, ഇന്ന് പകൽ അവന്റെ ദയ മാത്രമാ ഞാനും നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത്. ജീസസ് നെയിം. ആമേൻ. ഒരു മാക്സ് ലുക്കാഡോ എന്ന് പറഞ്ഞ ഒരു ദൈവം ഒരു സ്റ്റോറി റൈറ്റർ, അതിന്റെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ ഗ്രിപ്പ് ഓഫ് ഗ്രേസ് എന്ന് പറയും. ദ ഗ്രിപ്പ് ഓഫ് ഗ്രേസ്. അദ്ദേഹം അതിനകത്ത് ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിന്റെ മേളില്, ഒരു കുഞ്ഞ് ജനിച്ചു വളർന്ന് വരുമ്പോൾ പിതാവിന്റെ മേളില് ഇരിക്കത്തില്ലേ? അല്ലേ? കുഞ്ഞ് പിതാവിന്റെ മേളില് ഇരിക്കുമോ?
അല്ലെ അപ്പച്ചന്മാരൊന്നും പറയുന്നില്ല, അപ്പന്മാരൊന്നും പറയുന്നില്ല. എന്തുവാണ് ഇരിക്കുമോ ഇല്ലയോ? എന്നിട്ട് അവിടെ കയറി ഇരിക്കത്തില്ലേ? അപ്പച്ചന്റെ മേളിൽ കയറി എന്നിട്ട് പറയും അപ്പച്ചൻ ഓടിക്കുക. പക്ഷെ അത് അദ്ദേഹത്തെ ആ കുഞ്ഞിന്റെ ഗ്രിപ്പിലല്ല അത് ആശ്രയിക്കുന്നത്. അത് ആശ്രയിക്കുന്നത് അപ്പച്ചന്റെ മോനച്ചങ്ങളുടെ ഗ്രിപ്പിൽ ആശ്രയിക്കുന്നത്. കാരണം അത് ആ കുഞ്ഞിനറിയാം, ഞാൻ വീഴത്തില്ല. ആമേന്. ഞാൻ വീടിന്റെ സ്ഥാനം വരുമ്പോൾ എന്നെ താങ്ങുന്ന ഒരു കരം ഇന്ന് പകലിന്റെ കൂടെയുണ്ട്. നീ വീടാൻ വരുമ്പോൾ നിന്നെ താങ്ങുന്ന ഒരു കരം നിന്റെ കൂടെയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ആ കരുണയുടെ താമന്, ആ കരുണയുടെ കരം അത്. ആമേന. അത് ദയയുടെ കരം. ആമേന. നീ വീഴാൻ വരുമ്പോൾ അത് നിന്നെ താങ്ങും. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, ഈ ദിവസങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിന് മുറുകെ പിടിക്കുന്നെങ്കിൽ, നീ വീഴുവാൻ ദൈവം അനുവദിക്കാത്ത ദൈവമെന്ന് ഇന്ന് പകല് മറന്നു പോകല്. യേശുവിന്റെ നാമത്തില്ല. എനിക്കിവിടെ നിർത്തിയേ പറ്റൂ. കാരണം എന്താ? യൂത്തിന് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ കർത്താവേ, ഇന്ന് പകല് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, സ്വന്തം മിടുക്കിൽ ആശ്രയിക്കാതെ, നീ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ നീ വീണു പോകാതെ അവൻ നിന്നെ താങ്ങു തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തില് നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ കഴിവല്ല, നീ ശുശ്രൂഷകന്റെ കഴിവല്ല, നീ ഇവിടെ നടത്തുന്നത് നിന്റെ മിടുക്കല്ല. ഇതൊന്നും നിന്റെ മിടുക്കല്ല. എന്റെ കൃപ, എന്റെ കൃപ. ഇന്ന് പകൽ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിന്റെ കൃപയാ. യേശുവിന്റെ നാമത്തില് നിന്റെ പാട്ടുകളെയും വേണ്ടി സ്ഥാനത്ത് നിന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ കൃപയാ, എന്റെ കൃപയാ. അനർത്ഥങ്ങൾ ഒഴിവായത് എന്റെ കൃപയാ. നിന്നടകൾ വന്നപ്പോൾ അത് മാറിപ്പോയത് എന്റെ കൃപയാ. ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഇടപെടുത്തുകൊണ്ട് എന്റെ കൃപയെ നിന്നെ നിർത്തിയിരിക്കുന്നത്. നീ പകർന്നു പോകേണ്ടടുത്തും, നീ നിന്ദിക്കപ്പെടേണ്ടടുത്തും, നിന്നെ മാനിച്ചതും മറ്റുള്ളവർക്ക് മുന്നേ മറുപടിയാക്കിയത് എന്റെ കൃപയാ. നിന്റെ പഠിത്തം മിടുക്കമോ പ്രസാദമോ ഡെസ്റ്റിനേഷൻ അല്ല, എന്റെ കൃപയാ, എന്റെ കൃപയാ. ഇന്ന് പകൽ ആലോചനകൾ ആമേൻ മനസ്സിലാക്കിക്കോണം. ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. നിന്റെ കഴിവിൽ നീ അഹങ്കരിച്ചു പോകില്ല, നിന്റെ ബുദ്ധിയിൽ നീ അഹങ്കരിച്ചു പോകില്ല. അവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് എന്റെ കൃപയാ. നിന്റെ മേലുള്ള ദൈവ കൃപയാണ്. ആമേന. എന്റെ കൃപയാ നിന്നെ നിർത്തിയത്. ആമേന. എന്റെ കൃപയാ നിന്നെ നടത്തിയത്. എന്റെ കൃപയാ നിന്നെ മാനിച്ചത്. ആമേന. സ്വന്തം ബുദ്ധിയെ ഞാൻ അറിവില്ലാതിരുന്നപ്പോൾ എന്റെ കരുണയും കൃപയും നിന്റെ മേൽ പകർന്നുവന്ന എന്റെ കൃപയില ഞാൻ നിന്നെ നടത്തിയ ദൈവമെന്ന് ഇന്ന് പകൽ മാറുന്ന പകൽ പൈതലേ നീ ആയിരിക്കുന്നിടത്ത് എന്റെ കൃപയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്ല. ആമേന. നമ്മുടെ കണ്ണുകളെ നടക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഇവിടെ അവസാനിപ്പിച്ച മതിയാകൂ. ആമേന. ഹല്ലേലൂയ. ഇന്ന് പകല് എല്ലാപ്പോഴും ഏത് സാഹചര്യത്തിലും കർത്താവിന് സ്തോത്രം ചെയ്യാൻ